എല്ലാ ഈസി ചാപ്റ്ററിലും ഒരു വില്ലൻ കണക്ക് എപ്പോഴും ഉണ്ടാവും. 7ാം ക്ലാസ്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഈ ഒരു കണക്ക് നമുക്കിന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. 2 of 3 ribbons of the same length and half the third ribbon were placed end to end. It came to 1 meter. What is the length of the ribbon in centimeters? അതായത് 3 ഒരേ വലിപ്പമുള്ള റിബണുകളിൽ 2 എണ്ണവും മൂന്നാമത്തെ റിബണിന്റെ പകുതിയും ചേർത്ത് വെച്ചപ്പോൾ 1 മീറ്റർ വലുപ്പമുള്ള ഒരു വലിയ റിബൺ ആയിട്ട് അത് മാറി. എന്നാൽ നമ്മൾ ഈ കൂട്ടി വെച്ച റിബണിന്റെ വലുപ്പം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഒരേ വലുപ്പമുള്ള 3 റിബണുകളിൽ 2 എണ്ണവും മൂന്നാമത്തെ റിബണിന്റെ ഹാഫും കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചെയ്തത്, ഒരു വലിയ റിബൺ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ചോദ്യം ഒന്ന് ഒരു പിക്ചർ രൂപത്തിൽ വരച്ചു നോക്കാം. ഈ വലിയ 1 മീറ്റർ വലുപ്പമുള്ള റിബൺ ഉണ്ടായിരിക്കുന്നത് രണ്ടും ഒരു ഹാഫ് കഷ്ണവും കൂട്ടിച്ചേർത്ത കുഞ്ഞു റിബണുകൾ വെച്ചിട്ടാണ്. ഇതിന് നമുക്ക് 5/2 എന്ന് മാറ്റി എഴുതാലോ. വലിയ റിബൺ ഈ ചെറിയ റിബണിന്റെ 5/2 ടൈംസ് ആണെന്ന് കിട്ടി. ഈ 5/2ന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 2/5 എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ റിബണിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് ഈ ചെറിയ റിബൺ എന്ന് കിട്ടും. നമുക്കിത് സ്മോൾ റിബണ് വലിയ റിബണിന്റെ 2/5 ഫ്രാക്ഷൻ ആണെന്ന് കിട്ടി. അപ്പം നമുക്കിതൊന്ന് മാറ്റി എഴുതാം. സ്മോൾ റിബൺ ഇസ് ഈക്വൽ ടു ലാർജ് റിബണിന്റെ 2/5 ഫ്രാക്ഷൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ലാർജ് റിബണിന്റെ വലുപ്പം അറിയാലോ, 1 മീറ്റർ ആണ്. 1 മീറ്റർ ഇൻറ്റു 2/5 വിച്ച് ഇസ് ഈക്വൽ ടു 2/5 എന്ന് തന്നെ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ മീറ്ററിലാണ്. ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 2/5 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ 100ൽ 5 എത്ര പ്രാവശ്യം, 20 ടൈംസ്. നമുക്ക് എന്ത് ചെയ്യാം, 20 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും നമ്മുടെ റിബണിൻ്റെ ലെങ്ത്ത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.